ഹലോ എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്നൊരു മധുര വിഭവം തയ്യാറാക്കിയാലോ? മാംഗോ കോക്കനട്ട് ലഡു. വളരെ ഈസി ആയിട്ട് നമുക്കിത് പ്രിപ്പയർ ചെയ്തെടുക്കാം. മാംഗോ സീസണൊക്കെ ഏകദേശം കഴിഞ്ഞു. ബാക്കിയുള്ള കുറച്ച് മാംഗോസ് വെച്ചിട്ട് നമുക്കിതൊന്ന് ട്രൈ ചെയ്യാം. അതിനായിട്ട് മാംഗോ തൊലി കളഞ്ഞ് കുറച്ച് ഭാഗം എടുത്ത് ഒരു 3 ടേബിൾ സ്പൂൺ അളവ് വരുന്ന പോലെ എടുത്തിട്ട് ഇതുപോലെ വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ മിക്സിയിലിട്ടിട്ടോ ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കുക. ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കുക. ഒന്ന് ലൈറ്റായിട്ട് നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഒരു ഈർപ്പം മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റോസ്റ്റ് ചെയ്യുന്നത്. ഇത് ബ്രൗൺ ആവണമെന്നൊന്നും ആവശ്യമില്ല. ചെറിയൊരു രീതിയിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. റോസ്റ്റ് ചെയ്തെടുത്ത ശേഷം ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അതേ പാനിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ റവ ഇട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നല്ല ഗോൾഡൻ കളറിലേക്ക് ആവുന്നവരെ നമ്മളിത് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടതാണ്. റവയും നമുക്ക് തേങ്ങയുടെ കൂടെ മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ച 3 ടേബിൾ സ്പൂൺ മാംഗോ പ്യൂറി, മാംഗോ പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ ഒപ്പം 3 ടേബിൾ സ്പൂൺ പാലും 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കുക. രണ്ട് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്ത ശേഷം നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന റവയും തേങ്ങയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ അളവുകളൊക്കെ ഓർത്തിരിക്കാൻ വളരെ എളുപ്പമാണ്. റവ മാത്രം 2 ടേബിൾ സ്പൂൺ, ബാക്കിയെല്ലാം 3 ടേബിൾ സ്പൂണാണ്. ഇത് നന്നായിട്ട് ഇളക്കി മിക്സ്ചർ ഒന്ന് തിക്കാവുന്നവരെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. കൈയെടുക്കാതെ ഇളക്കുക. ഇതുപോലെ നന്നായിട്ടൊന്ന് കട്ടിയായി വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഒന്ന് ചെറുതായിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ചെറു ചൂടുള്ളപ്പോൾ തന്നെ നമുക്ക് കയ്യിൽ കുറച്ച് നെയ്യ് തടവി ഇത് ലഡുവിൻ്റെ ഷേപ്പിൽ ഉരുട്ടിയെടുക്കാം. ഉരുട്ടിയ ശേഷം കുറച്ച് വറുത്ത തേങ്ങയിൽ ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ കാണാനൊരു ലുക്കും ഉണ്ടാവും, കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റുമാണ്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന 3 ടേബിൾ സ്പൂൺ അളവിലുള്ള ഇൻഗ്രീഡിയൻസിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് 6 ലഡുവാണ്. ഇത് വളരെ ചെറിയൊരു ക്വാണ്ടിറ്റിയാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളതനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്വാണ്ടിറ്റി എടുക്കാവുന്നതാണ്. ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇവിടെ കപ്പ് കേക്ക് ലൈനർ, മഫിൻ ലൈനറിലാണ് ഇത് സെർവ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ മുകളിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഏതെങ്കിലും ഒരു പീസ് വെച്ച് കൊടുക്കാം. ഞാൻ ആൽമണ്ട്സ് ആണ് വെച്ച് കൊടുക്കുന്നത്. ആൽമണ്ടിൻ്റെ ഒരു പീസ് നമുക്ക് മുകളിൽ വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മാംഗോ കോക്കനട്ട് ലഡു ഇവിടെ തയ്യാറായിരിക്കുകയാണ്. മാംഗോ സീസൺ കഴിയുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ വേഗം തന്നെ ഈ ഡിഷ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ആ തേങ്ങയുടെ ഒരു ഫ്ലേവറും ചേർന്ന് വരുമ്പോൾ അത് ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും തയ്യാറാക്കി കൊടുക്കുക. മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ ബൈ.